ഹായ് മഗൾസ്, വെൽക്കം ബാക്ക് ടു എജ്യൂപോഡ്. ഈ അടുത്ത കാലത്ത് കുറച്ച് ദിവസങ്ങൾ മുന്നേ നമ്മുടെ ഗവൺമെൻറ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്ക് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് പുതിയ 3 സെറ്റ് ബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കിയിരുന്നു. സെറ്റ് എ ബി സി എന്ന് പറഞ്ഞുകൊണ്ട് 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കി. ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കോമൺ ആയിട്ട് കണ്ടുള്ള പ്രധാനപ്പെട്ട 3 മാർക്കിൻ്റെ ഒരു ചോദ്യമുണ്ട് മക്കളെ. അത് പ്രത്യേകിച്ച് പുറത്തുനിന്ന് ആരുമല്ല, നമ്മുടെയൊക്കെ കണ്ണിലെ ഉണ്ണിയും ഉണ്ടപ്പൊരിയുമായിട്ടുള്ള മെൻ്റലിൻ്റെ ക്രോസാണ്. മക്കളെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതേ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തിട്ട് അതുപോലെ വെച്ചൊരു ക്വസ്റ്റ്യനാണിത്. ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള കുട്ടികൾക്ക് ചെയ്ത് പഠിക്കാനുള്ള ആ ഒരു സെറ്റിൽ വന്ന ക്വസ്റ്റ്യനാണിത്. ഇതുപോലെയുള്ള മെൻ്റലിൻ്റെ ക്രോസ് 3 സെറ്റിലും കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ പബ്ലിക് എക്സാമിന് ഷുവറായിട്ട് ചോദിക്കുന്ന ചോദ്യമായിരിക്കും മെൻ്റലിൻ്റെ ക്രോസ് എന്ന് മനസ്സിലാക്കുക. മക്കളെ, ഇതൊരു മെൻ്റലിൻ്റെ ക്രോസ് F1 ജനറേഷൻ ഫോം ചെയ്യുകയാണ്. മക്കളെ നോക്കടാ, പാരൻ്റൽ പ്ലാന്റ് ഉണ്ട്, അഥവാ മാതൃസസ്യങ്ങളുണ്ട്. ക്യാപിറ്റൽ ജി ഗ്രീൻ കളറാണ്. സ്മോൾ ജിയിലെ എന്താണ്, മഞ്ഞ നിറത്തിലുള്ള ഫലമാണ്. റെഡി? അപ്പോൾ നോക്കിക്കേ, ഇതിൽ നിന്ന് എന്തുണ്ടായിട്ടുണ്ട്, ബീജകോശം രൂപപ്പെട്ടിട്ടുണ്ട് അല്ലേ. ബീജകോശങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വട്ടത്തിലാക്കി വെക്കാറുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ബീജകോശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ബീജകോശമാണ്, ഇത് മറ്റൊരു ബീജകോശമാണ് അല്ലേ. ഇത് ഓരോന്നിൻ്റെയും ബീജകോശങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് മക്കളെ നോക്കിക്കേ, റൈറ്റ് ദ ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് ഓഫ് F1. F1 എന്ന് പറഞ്ഞാൽ ആരാടാ അല്ലേ, ഇത് രണ്ടും കൂടി ചേരുന്ന ആളായിരിക്കും F1 അല്ലേ. സോ എന്തായിരിക്കും, ക്യാപിറ്റൽ G ആൻഡ് സ്മോൾ g. അടുത്തത് മക്കളെ, ഇതിൻ്റെ സ്വഭാവം എന്തായിരിക്കും, പച്ചയായിരിക്കോ മഞ്ഞയായിരിക്കോ അല്ലേ. ഇങ്ങനെ രണ്ടും ഒരുമിച്ച് വന്ന് നമ്മൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കണം. ക്യാപിറ്റൽ ജിയുടെ സ്വഭാവമാണ് പുറത്ത് കാണിക്കുക, അതാണ് പ്രകട ഗുണം, ഡോമിനൻ്റ് ട്രൈറ്റ് അല്ലേ. മക്കൾ നോക്കിക്കേ, ക്യാപിറ്റൽ ജിയുടെ സ്വഭാവം എന്താണ്, പച്ച നിറത്തിലുള്ള ഫലമായിരിക്കും. മക്കളെ, നമ്മൾ കാണാൻ പറഞ്ഞത് എന്താ, ഫീനോടൈപ്പും ജീനോടൈപ്പും എഴുതുക. അല്ല മാഷേ, ഈ ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ ഈ ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ. മക്കളെ നോക്കടാ, ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ പുറത്ത് കാണുന്ന സ്വഭാവമാകുന്നു. മക്കളെ, ഈ കൂട്ടത്തിൽ ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താടാ, പുറത്ത് കാണുന്ന സ്വഭാവം എന്താണ്, യെസ് അതെന്താണ്, പച്ച നിറത്തിലുള്ള ഫലം, ഇതാണ് അതിൻ്റെ ഫീനോടൈപ്പ്. ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ജീനിൻ്റെ സ്വഭാവം അത് പുറത്ത് കാണൂല. പിന്നെ എങ്ങനെയാ മാഷെ മനസ്സിലാവുക, ഒരു ട്രിക്ക് ഉണ്ട്, അതെന്തായിരിക്കും, അക്ഷരങ്ങളേക്കാരം അല്ലേ. ഇവിടെ ഏതൊക്കെ അക്ഷരങ്ങളുള്ളത്, ക്യാപിറ്റൽ ജി സ്മോൾ ജി. അപ്പോൾ ഇവിടുത്തെ ജീനോടൈപ്പ് എന്താടാ, ക്യാപിറ്റൽ ജി സ്മോൾ ജി ആകുന്നു. ക്യാപിറ്റൽ ജി സ്മോൾ ജി ആണ് ജീനോടൈപ്പ്. പച്ച അല്ലെങ്കിൽ ഗ്രീൻ കളേർഡ് ഫ്രൂട്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഫീനോടൈപ്പ്. റെഡിയല്ലേ? പുറത്ത് കാണിക്കുന്ന സ്വഭാവമാണ് ഫീനോടൈപ്പ്, ഉള്ളിൽ ജീനിൽ കാണുന്നതാണ് ജീനോടൈപ്പ്. മനസ്സിലാക്കണമെങ്കിൽ അതെന്തായിരിക്കും, അക്ഷരങ്ങളായിരിക്കും. ഇതിന് ബി ക്വസ്റ്റ്യൻ നോക്കണം, 2 മാർക്കിന് ക്വസ്റ്റ്യൻ. F1 സ്വപരാഗണം ചിത്രീകരിക്കുക, സെൽഫ് പോളിനേഷൻ നടത്തുക. സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ, ഈ ഉണ്ടായിട്ടുള്ള ഈ F1 ഇതിനെ കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുക. മക്കളെ ഒന്ന് ക്രോസ് ചെയ്ത് നോക്കിയാലോ. മക്കളെ എന്തായിരുന്നു, ക്യാപിറ്റൽ ജി സ്മോൾ ജി ആണ്. ഇതിനെന്ത് ചെയ്യുന്നു, സെയിം ഇതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രോസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ക്യാപിറ്റൽ ജി സ്മോൾ ജി, പച്ചയാണ് സ്വഭാവം. ഇവിടെയും ആൾസോ എന്താണ്, പച്ചയാകുന്നു. മക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ നിന്ന് ഉണ്ടായി വരുന്ന ബീജകോശങ്ങൾ ഏതൊക്കെയായിരിക്കും അല്ലേ. 2 ബീജകോശങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാകും. ഒന്ന് ക്യാപിറ്റൽ ജി വട്ടത്തിലിടണം കേട്ടോ, എപ്പോഴും സർക്കിൾ ചെയ്താലേ അത് ബീജകോശമായിട്ട് പരിഗണിക്കുള്ളൂ. ആൻഡ് മക്കൾ ഇവിടുന്ന് ഒരു ക്യാപിറ്റൽ ജിയും വട്ടത്തിലുണ്ടായിരിക്കും. ആൻഡ് എ സ്മോൾ ജി ആൾസോ ഇൻ വട്ടം. മക്കളെ നമുക്ക് ക്രോസ് ചെയ്ത് നോക്കിയാലോടാ. എൻ്റെ മക്കളെ എൻ്റെ കൂടെ ഒന്ന് ക്രോസ് ചെയ്തേടാ. ഇവിടുത്തെ ആദ്യത്തെ ആളുമായിട്ട് ക്രോസ് ചെയ്യുന്നു. ഇവിടുത്തെ ആദ്യത്തെ ആള് ഇവിടുത്തെ രണ്ടാമത്തെ ആളുമായി ക്രോസ് ചെയ്യുന്നു. റെഡി? ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ആള് ആദ്യത്തെ ആളുമായിട്ട്, ഇവിടുത്തെ രണ്ടാമത്തെ ആളുമായിട്ട് ക്രോസ് ചെയ്യും. മക്കളെ സന്താനങ്ങൾ എങ്ങനെയൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടാവാൻ നോക്കിയാലോ അല്ലേ. ഈ ക്യാപിറ്റൽ ജി ഇവിടെയുണ്ട്, ഈ സ്മോൾ ജി ഇവിടെയുണ്ട്. മക്കളെ പറഞ്ഞേടാ, ഈ ക്യാപിറ്റൽ ജി ഇവിടെയുണ്ട് ആൻഡ് ദിസ് സ്മോൾ ജി ആൾസോ ഹിയർ. റെഡി? മക്കളെ എൻ്റെ കൂടെ ഒന്ന് ഫില്ല് ചെയ്താടാ. ഈ ക്യാപിറ്റൽ ജി ഇവിടെയുണ്ട്, ഈ സ്മോൾ ജി ഇവിടെയുണ്ട്, ഈ
ക്യാപിറ്റൽ ജി ഇതാ ഇവിടെയുണ്ട് ആൻഡ് സ്മോൾ ജി ഇവിടെയുണ്ട്. മക്കൾ എന്തായിട്ടുണ്ട് 4 സന്താനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടടാ F2 തലമുറയിൽ 2ാം ജനറേഷനിലായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ സ്വഭാവം എഴുതുകയാണെങ്കിൽ മക്കളെ നോക്കിക്ക് ഇതെന്തായിരിക്കും ഗ്രീൻ ആയിരിക്കും അല്ലെ, രണ്ടും ഡോമിനൻ്റ്, രണ്ടും ഹോമോസൈഗസാ. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ക്യാപിറ്റൽ ജിയുടെ സ്വഭാവം മാത്രമല്ലേ അതെന്താണ്, അത് പച്ചയാണ്, ഗ്രീനാണ്. ഇവിടെയും സെയിം ടു സെയിം ഇവിടെ എന്താ ഗ്രീനാണ്. പക്ഷെ ഇവിടെ മാത്രം എന്താണ് ഓപ്പോസിറ്റ് ആണല്ലേ. സ്മോൾ ജിയുടെ സ്വഭാവം സ്മോൾ ജി സ്വഭാവം എന്താടാ മഞ്ഞ നിറമായിരിക്കും അല്ലേ, മഞ്ഞ അല്ലെങ്കിൽ യെല്ലോ എന്ന നിറമായിരിക്കും. നിങ്ങൾ ക്രോസ് ചെയ്ത് വെച്ചാൽ മാത്രം ഫുൾ മാർക്ക് കിട്ടൂല. നിങ്ങൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണടാ അതിൻ്റെ റേഷ്യോ കൂടെ എഴുതി കൊടുക്കണം. അതായത് ക്യാപിറ്റൽ ജി ഈസ് ടു ക്യാപിറ്റൽ ജി സ്മോൾ ജി ഈസ് ടു സ്മോൾ ജി എന്ന് പറയുന്ന ഇതിൻ്റെ ജീനോടൈപ്പിൻ്റെ റേഷ്യോ എത്രയാടാ 1:2:1 ആണെന്നും, അതുപോലെ തന്നെ പച്ച നിറവും മഞ്ഞ നിറവും തമ്മിലുള്ള റേഷ്യോ 3:1 ആണെന്നുള്ളത് കൂടി എഴുതി കൊടുത്താലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ എന്നുള്ളത് ശ്രദ്ധിക്കുക. റെഡി അല്ലേടാ? വളരെ സിമ്പിൾ ചോദ്യമാണ്, പക്ഷേ നമ്മുടെ പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കുന്നൊരു ചോദ്യമായിരിക്കും. റെഡി? ഷാറായിട്ട് പഠിക്കുക. എജുപോണിൻ്റെ എല്ലാ ടീച്ചറും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങളുടെ ക്രിസ്മസിൻ്റെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് മാർക്ക് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഒരു A+ A ലെവലൊക്കെ നിങ്ങൾക്ക് നേടാൻ പറ്റിയിട്ട് നിങ്ങളൊരു ഗ്രീൻ ഹാർട്ട് കമൻറ്റ് ചെയ്യുക. ഏകദേശം അല്ലേ മോശമില്ലാത്തൊരു മാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു പിങ്ക് ഹാർട്ട്, മാഷയെ തോറ്റു അല്ലെങ്കിൽ ജസ്റ്റ് പാസ് അങ്ങനെയാണെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഷാറായിട്ട് പഠിക്കുക, എല്ലാവരും കൂടിയുണ്ട്. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.